ഈ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് കർണാടക സ്റ്റേറ്റിൽ പ്രഭാഷണത്തിന് പോയപ്പോൾ അവിടെ കരീം ഹാജി എന്ന് പറയുന്ന വലിയ ധനാഢ്യനാകുന്ന വ്യക്തിയുടെ മകളുടേതാകുന്ന വിയോഗത്തെ തുടർന്ന് ആ വീട്ടിലൊന്ന് പോയി. മകൾ മരണപ്പെട്ടു പോയി. മകളോ നവവധുവായിരുന്നു, കല്യാണ പെണ്ണ്, പുതുമണവാട്ടി. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ 12 മണി സമയത്ത് ഒരു ഗ്ലാസ് പാലുമായിട്ട് തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവിൻ്റെ അടുക്കലേക്ക്, വരൻ്റെ അടുക്കലേക്ക് കയറി ചേർത്തുന്ന പൊന്നുമോൾ 3 മണിക്കൂറോളം സന്തോഷത്തിൻ്റെതാകുന്ന ആധിക്യത്താലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് ഏകദേശം 3 മണി സമയമായപ്പോൾ പെട്ടെന്ന് ശരീരം മുഴുവൻ വീർക്കാൻ. ഭർത്താവ് പെട്ടെന്ന് കിടക്കാൻ പറഞ്ഞു. കിടക്കയിൽ AC ഇട്ട് കൊടുത്തു. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വിശാലമായ വീട്. ഞാൻ ആ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഒരു ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ചെല്ലുമ്പോൾ തന്നെ ഏകദേശം 6-7 കാറുകൾ ആ വീട്ടുമുറ്റത്ത് തന്നെയുണ്ട്. അവർക്ക് തന്നെ അത്രയേറെ വലിയ സമ്പന്നരാകുന്ന ആളുകൾ, സമ്പന്നതയുടെ ഉത്തുംഗതയിൽ നിലകൊള്ളുന്ന ആളാണ്. മരണപ്പെട്ട ഏകദേശം 17-നാണ് ഞാൻ അവിടെ എത്തുന്നത്. പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് പോയ വഴിക്ക് കയറിയതാണ്. ഞാൻ പറയുന്നത്, ആ വാപ്പാക്ക് വല്ലാത്ത വിഷമവും ദുഃഖവും പ്രയാസവും. കാരണം തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഈ 3 മണി സമയത്ത് വെട്ടി വിയർത്തു. പെട്ടെന്ന് തന്നെ ഭർത്താവാകുന്ന വ്യക്തി എയർ കണ്ടീഷൻ ഓൺ ചെയ്തു, AC ഓൺ ചെയ്തു, ഫാനിട്ട് കൊടുത്തു. വിയർപ്പുണങ്ങുന്നില്ല. പെട്ടെന്നൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു, അറ്റാക്ക് വന്നു. കുട്ടി മരണപ്പെട്ടു പോയി 3 മണിക്ക്. കല്യാണത്തിൻ്റെ ആദ്യ രാത്രിയിൽ 21 വയസ്സേ ഉള്ളൂ. ഹാഫിളത്തായ മകൾ, ഖുർആൻ മുഴുവനും മനഃപ്പാഠമായ മകൾ, ദീനനുസരിച്ചുകൊണ്ട് ജീവിച്ച മകൾ, അള്ളാഹുവിന് ഷാക്കിറത്തായും ദാക്കിറത്തായും ആബിദത്തായും നിലകൊണ്ടതാകുന്ന പെണ്ണ്. മനസ്സിലാക്കണം. പക്ഷെ മരണത്തിൻ്റെ മുന്നിൽ പെണ്ണിനെ മാറ്റി നിർത്തിയില്ല. ഹാഫിളത്തല്ലേ, 10 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. അള്ളാഹു നിർത്തിയില്ല. പടച്ചറബിന് ഷാക്കിറായിട്ട് നിലകൊള്ളുന്നവളല്ലേ, നീ കുറച്ചുകൂടി ജീവിച്ചോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവധി എത്തിക്കഴിഞ്ഞപ്പോൾ പിടുത്തം പിടിക്കുകയാണ്. നിങ്ങളൊക്കെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഒരു പക്ഷേ ആഭരണം അണിഞ്ഞിട്ട് നിൽക്കുന്നത് നിങ്ങൾ വാട്സാപ്പിലൊക്കെ ചിത്രം കണ്ടിട്ടുണ്ടാകും. ഈ അടുത്ത് നടന്നതാണ്, 2 ആഴ്ചക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൊന്നുമോളുടെ ദറജ ഉയർത്തുമാറാവട്ടെ. കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണം എപ്പോഴും വരാം. വേറൊരാളുടെ ചിത്രം നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ മാന്നാറിനടുത്തുള്ളതാകുന്ന ഒരു സഹോദരൻ. ആ സഹോദരൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന സന്ദർഭത്തിൽ കല്യാണത്തിൻ്റെ വീഡിയോ പകർത്തുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കാൻ. പെട്ടെന്ന് തന്നെ താഴോട്ട് വീണ് മരിക്കും. അപ്പോഴും അദ്ദേഹം ക്യാമറയിൽ നിന്ന് പിടിപെട്ടിട്ടില്ല. താഴേക്ക് വീഴാൻ എന്ന് ചിന്തിക്ക്, സെക്കൻഡിനുള്ളിൽ മരണപ്പെടുകയാണ്. കല്യാണ പെണ്ണിൻ്റെതാകുന്ന പുതിയാപ്പളുടെയും ഒക്കെ ചിത്രം പകർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് താഴേക്ക് വീണ് മരിക്കാൻ. എന്ന അവസ്ഥ ചിന്തിച്ച് നോക്ക്. കരുതുന്നില്ല ഒരിക്കലും ഈ കല്യാണത്തിൻ്റെതാകുന്ന മുഴുവൻ രംഗങ്ങളും ഒപ്പിയെടുത്ത് അത് പരിപൂർണമായി കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് കുടുംബാദികൾ ഒരു ആൽബമാക്കി ഏൽപ്പിച്ച് അവരിൽ നിന്നൊരു പൈസ സ്വരൂപിച്ച് കൊണ്ടുപോയി തൻ്റെ കുടുംബത്തിന് അന്നമൂട്ടണം. തൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറ്റണം. തൻ്റെ മക്കൾക്കും തൻ്റെ കുടുംബത്തിൻ്റെയും പ്രയാസങ്ങൾ നീക്കണം. തന്നെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുണ്ട്, പ്രിയതമയുണ്ട്, വലിയൊരു കുടുംബമുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, വലിയൊരു കുടുംബമുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കണം. ഇങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നിലില്ലേ സഹോദരങ്ങൾ? അതെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതാകുക, കുഴഞ്ഞു വീണങ്ങ് മരിക്കാൻ. എത്ര ആളുകളുടെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നു, എത്ര ആളുകളുടെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നു. നാളെ നമ്മളും മരിക്കും ഈ ലോകത്ത് നിന്ന്. നമ്മളും പോകും ഖബറിലേക്ക്. ഈ ലോകത്ത് നമ്മൾ ഉണ്ടാക്കിയതാകുന്ന അമലുകളല്ലാതെ, നമ്മൾ ജീവിതത്തിൽ ചെയ്തു വെച്ചതാകുന്ന ദാനധർമ്മങ്ങളല്ലാതെ, സ്വതക്കകളല്ലാതെ ആഖിറത്തിലൊന്നും നമുക്ക് ഗുണകാംക്ഷയാകൂല സഹോദരങ്ങളെ. അള്ളാഹു നമ്മുടെ എല്ലാ സ്വതക്കകളും പ്രവർത്തനങ്ങളും സുഹൃതങ്ങളുമൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ നമ്മൾ പോകും. ഇനി അടുത്തൊരു ഘട്ടമുണ്ട്. 3-ാമത്തെ ഘട്ടം ആലമുൽ ബർസഖാൻ. 1-ാമത്തെ ഘട്ടം പറഞ്ഞു, ഓർക്കുന്നില്ലേ? ഏതാണ്? ആത്മാക്കളുടെ ലോകം. 2-ാമത്തെ ലോകം ഭൗതികമായ ലോകം, ഇപ്പോൾ നമ്മൾ വസിക്കുന്ന ലോകം. 3-ാമത്തെ ഘട്ടം ആലമുൽ ബർസഖ്, ഖബർ എന്ന് പറയുന്ന ഭയാനകമായ ലോകം. ഞാൻ അവിടേക്ക് പോകാൻ നിൽക്കുകയാണ് നമ്മൾ. അടുത്ത ഘട്ടം അതാണ്. ആ ഘട്ടത്തിന് വേണ്ടി എന്താ നമ്മൾ തയ്യാറെടുത്തിട്ടുള്ളത്? അവിടെ കൊണ്ടും തീരുന്നില്ല. അവിടുന്ന് വീണ്ടും യാത്രയുണ്ട്. ഖബർ പിളർന്നിട്ട് നാളെ മഹ്ശറയിലേക്ക് തെളിക്കും. 4-ാമത്തെ ഘട്ടം ആലമുൽ ഹശ്ർ, മഹ്ശറ വൻസബ, സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെയും തീരുന്നില്ല. അവിടെയും വിചാരണയാണ്. ആ വിചാരണ കഴിഞ്ഞതിന് ശേഷമാണ് ശാശ്വതമാകുന്ന ലോകത്തേക്ക് എത്തുന്നത്. അൽ ജന്നത്തു അവിന്നാർ. ഈ 2-ാം ഘട്ട ജീവിതമാകുന്ന ഇപ്പോൾ നമ്മൾ വസിക്കുന്നതാകുന്ന ഈ ഭൗതികമാകുന്ന ലോകത്ത് സുകൃതം ചെയ്തവന്
നന്മകൾ പ്രവർത്തിച്ചവന്, നമസ്കരിച്ചവന്, നോമ്പ് പിടിച്ചവന്, സക്കാത്ത് കൊടുത്തവന്, ഹജ്ജ് ചെയ്തവന്, പാവങ്ങളുടെ കണ്ണീരൊപ്പിന് റിലീഫ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവന്, ദീനിനെയും ദീനിൻ്റെ അഹ്ലുകാരെയും സഹായിക്കുകയും ആലിമീങ്ങളെയും ഔലിയാക്കളെയും ബഹുമാനിക്കുകയും ഒക്കെ ജീവിതത്തിൽ ചെയ്തു വെച്ചതാകുന്ന ആളുകൾക്ക് അൽ ജന്ന, പരിശുദ്ധവും പരിപാവനവുമായ സ്വർഗം അള്ളാഹു നൽകുകയാണ് ശാശ്വതമായി. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതല്ല, ഈ ഭൗതികമാകുന്ന ലോകത്ത് കളിച്ചും രസിച്ചും രമിച്ചും കള്ളുകുടിച്ചും കൂത്താടിയും ഒക്കെ നിലകൊണ്ടതായ ആളുകൾ അന്നാർ, കത്തിച്ചരിക്കുന്നതാകുന്ന നരകം അള്ളാഹു നൽകുകയാണ്. അഞ്ചാം ഘട്ട ജീവിതം അതാണ്. അഞ്ചാം ഘട്ട ജീവിതത്തിലേക്കുള്ള പ്രയാണമാണ് നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് കരാറ് ചെയ്തു. അള്ളാഹുവെ, നീയാണ് റബ്ബ്, നീയാണ് പരിപാലകൻ എന്ന് സമ്മതിച്ചിട്ടാണ് അള്ളാഹു നമ്മളെ ഈ ദുന്യാവാകുന്ന ലോകത്തേക്ക് പറഞ്ഞു വിട്ടത്. ഇവിടെ എന്നിട്ട് നിസ്കരിക്കാതെ നിലകൊള്ളുന്നതിൽ എന്താ അർത്ഥം? അള്ളാഹുവിനോട് ഒന്നാം ഘട്ട ജീവിതത്തിൽ നീയാണ് റബ്ബ് എന്ന് പറഞ്ഞ് അംഗീകരിച്ച് ഇബാദത്ത് കൊള്ളാം, നിസ്കരിച്ചു കൊള്ളാം, ദീനിനെ സഹായിക്കാം, ആലിമീങ്ങളെ സഹായിക്കാം, ഔലിയാക്കളെ ബഹുമാനിക്കാം, അമ്പിയാക്കളെ ആദരിക്കാം എന്നൊക്കെ എല്ലാം കരാറ് ചെയ്തിട്ട് ഈ ഭൗതികമാകുന്ന ലോകത്തേക്ക് അള്ളാഹു നമ്മളെ അയച്ചതിന് ശേഷം ഇവിടെ നമ്മളതെല്ലാം മറന്നുകൊണ്ട് തിരസ്കരിച്ചുകൊണ്ട് പുറകോട്ട് മാറി നിൽക്കാൻ. ഇവിടെ പള്ളിയിലേക്ക് വരാൻ നമുക്ക് മടി, നിസ്കരിക്കാൻ നമ്മൾ ആളുകൾ തയ്യാറല്ല. പള്ളിയിൽ വന്നാൽ തന്നെ അവല് സഫിൽ കയറി നിൽക്കാൻ മടി. അതിങ്ങനെ കുട്ടികളെ തള്ളിവിടുക, മോൻ കയറിയിരിക്കുന്നു. ഫ്രണ്ടിലെങ്ങാണം പോലെ കാക്ക ബിരിയാണി കൊടുക്കണം, ആചാരി കൊറ്റിയെ ചവിട്ടിയിട്ടിട്ട് ഫ്രണ്ടിൽ കയറി പോകുന്നതാണ്. കാക്കയെ വെടി വെച്ചിട്ട് ബിരിയാണി വെച്ചാൽ മതി. എന്നാൽ ഈ ഹാജിയാർ എന്ത് ചെയ്യും? ഈ ചെറുക്കനെ കൂടെ വാരിച്ചിട്ട് കൂടെ മാറ്റിയിട്ട് ഫ്രണ്ടിൽ കയറും, എന്നിട്ട് ആ പൊതി വാങ്ങാൻ നിൽക്കും. എന്ന് പറഞ്ഞാൽ ബിരിയാണി എന്ന് കേട്ടാൽ മതി, അത് കാക്കയാണോ എന്താണെന്ന് അറിയണ്ട, എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. അതാണ് അവസ്ഥ. എന്ന് പറയാൻ അത്ര താല്പര്യമാണ്. ഇപ്പം തന്നെ സദസ്സിലേക്ക് ഫ്രണ്ടിക്ക് വാന്നും പറഞ്ഞ് എത്ര നേരം കൊണ്ട് വിളിക്കാൻ? അതാണ് 10 മിനിറ്റ് എടുത്ത് വരാൻ. വന്നവർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നേരെ മറിച്ച് ഇവിടുന്ന് ഒരു പൈസ എടുത്തിട്ട് വിളിക്കുക, ആരെങ്കിലും ഇത് വന്ന് വാങ്ങാമോ? ചാടി വരും. വേണ്ട, ഒരു 50 രൂപയുടെ ഒരു ബിരിയാണി പൊതി ഇവിടെ മേളി വെച്ചിട്ട് ഇത് വന്ന് എടുത്തോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, പിന്നെ ബിരിയാണി പൊതി കാണൂല ഇവിടെ. ചോറിങ്ങനെ ചെതർന്നാണ് പെണ്ണുങ്ങളുടെ ഭാഗത്തോട്ട് ഇങ്ങനെ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മുടെ അവസ്ഥ അതാണ്. 50 രൂപയുടെ ബിരിയാണി പൊതിയുടെ വില പോലും നമ്മൾ നിസ്കാരങ്ങൾക്ക് കാണിക്കുന്നില്ല എന്നർത്ഥം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒന്നാമത്തെ സഫിൻ്റെ വില ആരെങ്കിലും തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, അതും ഇമാമിൻ്റെ വലതുഭാഗത്തെ ശ്രേഷ്ഠത ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ, അവൻ മുട്ടിലെഴഞ്ഞെങ്കിലും വീട്ടിൽ നിന്ന് വന്നേനെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാ ഒന്നാമത്തെ സഫ്ക്ക് വേണ്ടെന്നാണ് പറയുന്നത്. അത് വേണ്ട ഉസ്താദേ. നേരെ ചൊവ്വ ഇഴഞ്ഞു പോകുമ്പോൾ വന്നിട്ടുണ്ട് പള്ളിയിൽ. എന്നാൽ പോലും പള്ളിയുടെ വാതിക്കരുന്നിട്ട് സിഗരറ്റ് വലിച്ച് ഇങ്ങനെ നിൽക്കാം. പള്ളിയിൽ ഉസ്താദിൻ്റെ ബാത്റൂമിനെ താക്കോല് വാങ്ങിച്ചിട്ട് അതിനകത്ത് കയറിയത് വീഡിയോ വലിച്ചുകൊണ്ടിരിക്കുക, ആഹത്തായിട്ട് സിഗരറ്റ് വലിക്കുക പള്ളിയിലെ ബാത്റൂമിനകത്ത്. ചിലർക്ക് അങ്ങനെയാണ്, പള്ളിയിലെ ബാത്റൂം കാണുമ്പോൾ ഒന്ന് വലിക്കാൻ തോന്നും, അതിനകത്ത് ഇരിക്കുക അരമണിക്കൂർ. ഏത്തിക്കാഫ് പള്ളിക്കകത്ത് ഏത്തിക്കാഫില്ല, വെളിയിൽ. പള്ളിക്കകത്ത് കയറിയാലോ ഒതു എടുക്കാൻ വേണ്ടി വന്നിട്ട് അവിടെ ഇങ്ങനെ വസ്വാസ് കളിക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എത്ര വെള്ളം കളയുന്നത്. ഇബ്നു ഉഖൈൽ റഹിമഹുള്ളയോടൊരാൾ വന്ന് ചോദിക്കുകയാണ്, ഇന്നി കുന്തു അഗ്സിലുൽ ഉദ്വ ഫഅഖൂലു ഫീ നഫ്സി മാ വസൽതു വഇന്നി ഇദാ കബ്ബർതു ഫഅഖൂലു ഫീ നഫ്സി മാ കബ്ബർതു ഫമാദാ തറാ ഫിയാ. ഇബ്നു ഉഖൈൽ എന്ന് പറയുന്ന വലിയ കർമ്മശാസ്ത്ര പണ്ഡിതന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ ഇബ്നു ഉഖൈൽ റഹിമഹുല്ലാഹ്, ഇബ്നു ഉഖൈൽ, അല്ലയോ ഇബ്നു ഉഖൈൽ, എനിക്കൊരു മസ്അല ചോദിക്കാനുണ്ട്, എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ വുളു എടുത്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സ് പറയും ഞാൻ വുളു ചെയ്തിട്ടില്ല. ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം എൻ്റെ മനസ്സ് പറയും മാ കബ്ബർതു, ഞാൻ തക്ബീർ കെട്ടിയിട്ടില്ല. ഫമാദാ തറാ ഫിയ, നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായപ്പെടുന്നത്? അല്ലേ, ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ, വുളു എടുക്കാൻ ഇങ്ങനെ പൈപ്പ് ചെയ്തിട്ട് ടാങ്കിലെ വെള്ളം മുഴുവൻ ഹൈവാൻ കളയും, അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. വസ്വാസ്. ഹൗദിനകത്ത് വെള്ളം ഇങ്ങനെ കൈയിട്ടിട്ടിരിക്കുകയാണ്, ഓളം എല്ലാം നിലച്ചതിന് ശേഷം ഓം വെള്ളം പൊക്കിയെടുക്കുകയുള്ളൂ. അങ്ങനത്തെ വസ്വാസ് ഇപ്പം കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇടക്കാലത്ത് ഭയങ്കര കൂടുതലായിരുന്നു. അതുപോലെ തക്ബീറത്തിൽ കയറാൻ കെട്ടാൻ നിന്ന് ഇത് തന്നെ കളി. ഇമാമ റുക്കുയിൽ പോകുമ്പോൾ ഹൈവാൻ്റെ വസ്വാസൊക്കെ തീർന്ന് വേഗം ചാടി ഇറങ്ങി വേഗം റുക്കുയിലേക്ക് പോയേക്കും. അതുവരെ ഈ വസ്വാസ കണ്ടിട്ടല്ലേ നിങ്ങൾ? കണ്ടിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പം അങ്ങനെ വസ്വാസമുള്ള ഒരാൾ വന്നിട്ട് ചോദിക്കാൻ, എനിക്കിതുപോലെ വസ്വാസുണ്ട്,
ഞാൻ ഒളു എടുത്തത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സ് പറയും ഒളു എടുത്തിട്ടില്ല എന്ന്. തക്ബീർ കെട്ടി, തക്ബീറത്തുൽ ഇഹ്റാം ഒരു തക്ബീർ കെട്ടിയിട്ടുണ്ട്. കെട്ടിയതിന് ശേഷം എൻ്റെ മനസ്സെന്ന് പറയും കെട്ടിയിട്ടില്ല. അപ്പോൾ വീണ്ടും അഴിച്ചു കെട്ടും. ഒളു എടുത്തിട്ടില്ല എന്ന് മനസ്സ് പറയുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഒളു എടുക്കും. അങ്ങനെ തന്നെയുള്ള കളിയാണ്. എന്താണ് നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ലാ തജിബു അലൈക സ്സല, നിനക്ക് നിസ്കാരം നിർബന്ധമില്ല എന്ന് പറഞ്ഞു. നിനക്കെന്ത് നിർബന്ധമില്ല? നിർബന്ധമില്ല. അപ്പോൾ ഇദ്ദേഹം ചൂടായി. അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? ഒരു മസ്അല ചോദിക്കുമ്പോൾ മുസ്ലിയാരെ കളിയാക്കുവാണ്. ഞാൻ നിങ്ങളോടൊരു മസ്അല ചോദിച്ചപ്പോൾ നിങ്ങൾ നിസ്കരിക്കണ്ട എന്ന് പറയാണ്. അതെന്താ അർത്ഥത്തിൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വല്ലദീ യഗ്സിലുൽ ഉദ്വ ഫയഖൂലു ഫീ നഫ്സിഹി മാ ഗസൽതു വല്ലദീ യുകബ്ബിറു ഫയഖൂലു ഫീ നഫ്സിഹി മാ കബ്ബർതു ഫഹാദാ അസ്ലിയുൻ മജ്നൂൻ. ഒളു എടുത്തതാകുന്ന ആള് ഒളു എടുത്തിട്ടില്ല എന്ന് പറയുന്നതിൽ എന്താണ് അതിൻ്റെ യുക്തി? ഒളു എടുത്തു എന്നുള്ളത് അവന് ഉറപ്പാണ്. എന്നിട്ട് അവന് പറയുന്നു ഞാൻ ഒളു എടുത്തിട്ടില്ല. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കൊണ്ട് കൈ കെട്ടിയതാകുന്ന വ്യക്തി പറയുന്നു ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ടില്ല എന്ന് പറയുന്നവൻ ഫഹാദാ അസ്ലിയുൻ മജ്നൂൻ, ഇവൻ യഥാർത്ഥ ഭ്രാന്തനാണ്. വൽ മജ്നൂനു ലാ തജിബു അലൈഹി സ്വലാ, ഭ്രാന്തന്റെ മേൽ വിശുദ്ധമായ ഇസ്ലാമിൽ നമസ്കാരം നിർബന്ധമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നീ കേട്ടിട്ടില്ലേ? അമാ സമിഅത ഖൗല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഫിയൽ ഖലമു അനിൽ മജ്നൂൻ, ഭ്രാന്തനായ വ്യക്തിയെ തൊട്ട് നാളെ ആഖിറത്തിൽ ചോദ്യമില്ല. അവന് നമസ്കാരം വേണ്ട എന്നറിയില്ലേ? അവൻ നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ അവന് ഹിസാബ് ഇടപ്പെടുകയുമില്ല. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറയുന്നത്, നീ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ടില്ല എന്ന് വാദിക്കുന്നവനല്ലേ? നീ വുളൂ ചെയ്തതിന് ശേഷം വുളൂ എടുത്തിട്ടില്ല എന്ന് വസ്വാസ് പറയുന്നവനല്ലേ? നീ യഥാർത്ഥത്തിൽ ഭ്രാന്തനാണ്. ഭ്രാന്തന് ഇസ്ലാമിൽ നമസ്കാരം നിർബന്ധമില്ല. ആ ഒരൊറ്റ വാക്ക് പറയുന്നതോടുകൂടി അവൻ്റെ ഭ്രാന്ത് മാറി എന്ന് പറഞ്ഞാൽ വസ്വാസ് അങ്ങ് പോയി. അപ്പോൾ വസ്വാസിൻ്റെ അഹ്ലുകാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, മാറ്റിയെടുത്തോ. മാത്രമല്ല പള്ളിയിലെ വെള്ളത്തിൽ അതിന് വെള്ളം കളയാനും പാടില്ലല്ലോ. ഇപ്പം ഞാൻ അതിന് പോകുന്നില്ല, അതൊക്കെ വേറെ വിഷയത്തിലേക്ക് പോകും. യുസന്നു തസ്ലീസു കുല്ലും മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ വയുക്റഹു സിയാദതു അലൈഹ വഹറാമുൻ ഇദാ കാന മുസബ്ബല. അങ്ങനെയാണ് മസ്അല. യുസന്നു തസ്ലീസു കുല്ലും മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ, എല്ലാ തടവപ്പെടുന്നതും കഴുകപ്പെടുന്നതുമായ അവയവങ്ങൾ 3 പ്രാവശ്യം വെച്ച് ചെയ്യൽ സുന്നത്താണ്. ഇവിടെ ശ്രദ്ധിക്കണം, മസ്അല പറയാൻ. എന്താ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ആയിക്കോട്ടേക്ക് വിടുന്നില്ല, ഇല്ല, ക്ഷീണമുണ്ട്. ഞാനാണ് യഥാർത്ഥത്തിൽ നല്ല ക്ഷീണിക്കേണ്ടത്. നിങ്ങൾ നല്ലപോലെ ഇരിക്കും. ഞാൻ കോമഡി പാട്ടൊന്നും പറയാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഞാനതിൽ പെടും. ആയത്തു ഹദീസ് ഓതി കാര്യം പറഞ്ഞു പോകും. അങ്ങനെയാണ് എൻ്റെ ഒരു ശൈലി. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കൊരു മടുപ്പുണ്ട്. ആണോ? ഇല്ല. പിന്നെ മഹാന്മാരിവിടെ കിടക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കോമഡിയും പറയാൻ പാടില്ല. ആയത്തു ഹദീസ് ഓതി അവരുടെ പൊരുത്തം വാങ്ങിയിട്ട് പോവാൻ. അല്ലാഹു നമുക്ക് അവരുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഇരിക്കുന്നതിന് പേടിയാണ്. കാരണം നമ്മുടെ പിൻഭാഗം അവരിലേക്ക് തിരിച്ചിട്ടിരിക്കുന്നതിനൊരു അതബുകേടാണ്. പേടിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. 3 പ്രാവശ്യം വെച്ച് കഴുകപ്പെടുന്നതും തടവപ്പെടുന്നതുമായ അവയവങ്ങൾ തടവലും കഴുകലും സുന്നത്താണ്. തടവപ്പെടുന്ന അവയവം അറിയാമല്ലോ, ചെവി തടവുന്നതാണ്, തല തടവുന്ന അവയവമാണ്. അങ്ങനെ തടവപ്പെടുന്നത് കഴുകപ്പെടുന്നത് മുഖവും കയ്യും ഒക്കെ, അതൊക്കെ എന്താണ് 3 പ്രാവശ്യം വെച്ച് ചെയ്യൽ സുന്നത്താണ്. പക്ഷേ വയുക്റഹു സിയാദതു അലൈഹ, നിന്റെ സ്വന്തം പൈസ മുടക്കിയിട്ട് നിന്റെ വീട്ടിലുള്ളതാകുന്ന വെള്ളമാണ്. നിന്റെ സ്വന്തം പൈസ മുടക്കി കിണറ്റിൽ നിന്ന് നീ വെള്ളം ഒരു മോട്ടോർ മുഖേന ടാങ്കിലേക്ക് അടിച്ചു കയറ്റി, എന്നിട്ട് ആ വെള്ളം തന്നെ നീ 4ാമത്തെ പ്രാവശ്യം ഉപയോഗിക്കുകയാണ് എങ്കിൽ, അനാവശ്യമായിട്ടാണ് ഉപയോഗമെങ്കിൽ അത് കറാഹത്താണ്. പണ്ഡിതന്മാർ പറയാം, നിന്റെ സ്വന്തം വീട്ടിലുള്ള വെള്ളത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. വഹറാമുൻ ഇദാ കാന മുസബ്ബല, ആ 4ാമത്തെ പ്രാവശ്യം വെള്ളമെടുക്കുന്നത് അള്ളാഹുവിൻ്റെ പള്ളിയുടേതാകുന്ന പൈപ്പിൽ നിന്നാണ് എങ്കിൽ, ഹൗദിൽ നിന്നാണ് എങ്കിൽ അത് ഹറാമാണ്, നിഷിദ്ധമാണ്, നിനക്ക് ശിക്ഷ ലഭിക്കും. പഠിച്ചു വെച്ചോ. അങ്ങനെയാണ് മസ്അല. ഇത് നല്ല ലെക്സിൻ്റെ സോപ്പ് വരുമ്പോഴത്തേക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരിക, എന്നിട്ട് തല കഴുകുക. ആചാര് ഇവിടെ നിന്നിട്ട് പള്ളിയിലെ പൈപ്പ് തുറന്നു വെച്ചിട്ട് റാഹത്തായിട്ട് കുളിക്കുക. ഇവിടെ വന്നിരുന്നു ഒരുപാട് പേനുണ്ട്, കുറച്ച് ദിവസമായി കുളിച്ചിട്ട്. പള്ളിയിലെ വെള്ളം നല്ല തണുപ്പുണ്ട്, റാഹത്ത്. അരുവിക്കര ഡാമിൽ നിന്ന് ഒഴുകി വരികയാണ്, റാഹത്തായിട്ട് വെള്ളവും മൊത്തവും മുഴുവൻ
തല കഴുകി കുളിക്കുക. ഇതാണ് പരിപാടി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശ്രദ്ധിക്കാതെ. അതുപോലെ ചെരുപ്പ് നല്ലതുപോലെ തേച്ചൊരച്ച് കഴുകുക പള്ളിയിലെ വെള്ളത്തിൽ. അതൊക്കെ നാളെ ഹിസാബിടപ്പെടും. പൊതു സ്വത്തിൽ നിന്ന് ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചോ. അത് കമ്മിറ്റിക്കാരായാലും ശരി, അല്ലാത്തവരായാലും ശരി, അദാബാണ്. അള്ളാഹു ആക്കട്ടെ. ഒക്കെ സൂക്ഷിച്ചോണം. പൊതു സ്വത്തിൽ നിന്നുള്ളതാകുന്ന ഉപയോഗം വളരെയേറെ ശ്രദ്ധിക്കണം. പള്ളിയുടെയൊക്കെ സ്വത്ത് അത് വളരെയേറെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. ഇബാദത്താകുന്ന ഒളു എടുക്കുന്ന കാര്യത്തിലേ ഈ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളതിലോ? ഒളു എടുക്കുന്നത് ഒരു ഇബാദത്തിന് വേണ്ടിയാണ്, നിസ്കരിക്കാൻ വേണ്ടി ഒളു എടുക്കുകയാണ്. അതിൽ തന്നെ 3 പ്രാവശ്യം കഴിഞ്ഞ് 4ാമത്തെ പ്രാവശ്യം എടുക്കുന്ന വെള്ളം അനാവശ്യമായിട്ട് നീ എടുക്കുകയാണെങ്കിൽ അത് ഹറാമാണ്. ഹറാമുൻ ഇദാകാന മുസബ്ബല. ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം അതാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അപ്പോൾ എത്ര സൂക്ഷിക്കണം നമ്മൾ എത്ര സൂക്ഷിക്കണം. നമ്മുടെ ഈ ഘട്ട ജീവിതം, ഇപ്പോൾ വസിക്കുന്നതാകുന്ന ഈ 60 70 വയസ്സുള്ളതാകുന്ന ഈ ഘട്ട ജീവിതം നന്നാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് തരട്ടെ.